ഹലോ ഗായ്സ്, പെട്ടെന്ന് തന്നെ മീഡിയം സ്കിൻ ടോണിനെ പറ്റി കുറച്ച് ലിപ്സ്റ്റിക്കുകൾ കണ്ടാലോ. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ എല്ലാം ചിന്തിക്കുന്നത് ഇട്ടിരിക്കുന്ന ഷെയ്ഡ് ഏതായിരിക്കും. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ കളർ ഓഫ് ബ്രൗണിഷ് റെഡ് 30 ലോക്കി ചാം എന്ന് പറയുന്ന ഫേസസ് കാനഡയുടെ ഒരു ലിപ്സ്റ്റിക് ആണ് ഞാൻ ഇപ്പോൾ വിയർ ചെയ്തിരിക്കുന്നത്. എനിക്കിത് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടതും ഭയങ്കര തിക്കായിട്ട് അപ്ലൈ ചെയ്യാൻ കാട്ടി നല്ലത് കുറച്ച് തിൻ ലെയർ ആയിട്ട് അപ്ലൈ ചെയ്യുന്നതാണ്. ഞാനിപ്പോൾ ഒരു മീഡിയം ലെയർ ആയിട്ടാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. തിൻ ലെയർ ആയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ വേറൊരു നല്ല ഒരു റെഡിഷ് ലൈറ്റ് ബ്രൗൺ കളർ കിട്ടും. തിക്ക് ലെയർ ആയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഇറ്റ്സ് നല്ല ബ്രൗണിഷ് റെഡ്, ഭയങ്കര ബ്രൗണിഷ് ആയിട്ടുള്ള കുറച്ച് റെഡ് മിക്സ് ചെയ്ത കളർ കിട്ടും. ഒരു മീഡിയം ലെയർ ആയിട്ട് മിക്സ് ചെയ്യുമ്പോൾ ഈക്വൽ റെഡ് ആൻഡ് ബ്രൗൺ ഈക്വൽ ആയിട്ടുള്ള ഷെയ്ഡ് നമുക്ക് കിട്ടും. തിക്ക് ലെയർ ആയിട്ട് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. അപ്ലൈ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ബ്രൗണിഷ് കളറായിട്ട് മാറും. ഭയങ്കര ബ്രൗണിഷ് റെഡിഷ് കളർ, ഭയങ്കര ബ്രൗണും ഒരു ഇറ്റ് റെഡ് മിക്സ് ചെയ്ത കളറായിട്ട് മാറും. മോസ്റ്റ് പ്രോബബ്ലി ലിക്വിഡ് ലിപ്സ്റ്റിക് യൂസ് ചെയ്യുമ്പോൾ ലിപ്പ് എപ്പോഴും പ്രെപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലിപ്പ് ബാം യൂസ് ചെയ്യുക. അത് ജസ്റ്റ് ഒന്ന് വൈപ്പ് ഓഫ് ചെയ്ത ശേഷം മാത്രം നമ്മൾ ലിപ്സ്റ്റിക് യൂസ് ചെയ്യുക. ഇത് കഴിയുമ്പോൾ ഇട്ടിട്ടുണ്ടോ എന്ന് വെച്ചാൽ നമുക്ക് ഇട്ടൊരു ഫീൽ കിട്ടും. നമുക്ക് നമ്മുടെ ചുണ്ടിൽ എന്തോ ഇട്ട പോലെ തന്നെ നമുക്ക് തോന്നും. അല്ലാതെ ഭയങ്കര സിൽക്കി സ്മൂത്ത് ആയിട്ടൊന്നും നിൽക്കുന്നില്ല. നമുക്ക് ഇട്ട പോലെ തന്നെ നമ്മൾ ചുണ്ടിൽ എന്തോ ഇട്ടിട്ടുണ്ട് അങ്ങനെ തന്നെയാണ് നമുക്ക് തോന്നുള്ളൂ. ഈ ഒരു ഷെയ്ഡ് ഇട്ട ശേഷം നമ്മുടെ മുഖം ഭയങ്കര ബ്രൈറ്റൻ ആവണ പോലെ തോന്നിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ബ്രൈറ്റൻ ആവണ പോലെ തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു ഷെയ്ഡാണ്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എപ്പോഴും ഡാർക്ക് ആയിട്ടുള്ള കളേഴ്സ് ഇടുന്ന സമയത്ത് ഒരു ലിപ് ലൈനർ യൂസ് ചെയ്യുക. കാരണം ഇത് ഭയങ്കരമായിട്ട് ഈ കോർണേഴ്സിലേക്കൊക്കെ പോയി ഭയങ്കര വൃത്തിയോട് ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ എപ്പോഴും ലിപ് ലൈനർ യൂസ് ചെയ്തതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യുക. ഒരു ബ്രൗണിഷ് ലിപ് ലൈനർ യൂസ് ചെയ്യുക റെഡ് ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഭയങ്കരമായിട്ടുള്ളൊരു ഫിനിഷ് കിട്ടുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഷെയ്ഡ് കാണാം. അതേ ബ്രാൻഡിന്റെ തന്നെ നോട്ട് ടു സെൽഫ് ഷെയ്ഡ് നമ്പർ 7 എന്ന് പറഞ്ഞിട്ടുള്ള ഫേസസ് കാനഡ തന്നെ ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ്. ഈ ലിപ്സ്റ്റിക്കിന്റെ ഒരു പോസിറ്റീവ് ആയിട്ട് എന്ന് പറഞ്ഞാൽ വൺസ് ഇത് ഡ്രൈ ആയി കഴിഞ്ഞാൽ അത് ട്രാൻസ്ഫർ പ്രൂഫ് ആണ്. ബസ് ഇതാണ് കളർ ഇതിന്റെ. ഇതൊരു മറ്റത് ഭയങ്കര മുഖത്തിന് ഭയങ്കര ബ്രൈറ്റൻ ആയിട്ടുള്ള കളറാണ്, കാരണം റെഡിഷ് കളർ ആയതുകൊണ്ട് തന്നെ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡെയിലി വെയർ ആയിട്ട് ഭയങ്കര ഒരു സട്ടിൽ ലിപ്സ്റ്റിക് വേണം എന്നുള്ളവർക്ക് ഡെഫിനറ്റ്ലി ഇത് ചൂസ് ചെയ്യാം. ഇത് ഒരു ബ്രൗൺ കളർ തന്നെയാണ്. ഇത് യൂസ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം, ഒരു ലൈറ്റ് മോവേ കളർ അല്ലെങ്കിൽ ഒരു പിങ്ക് കളർ ഇതിനകത്ത് മിക്സ് ചെയ്ത പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ള ബ്രൗണിലേക്ക്. ഒരു ഡസ്റ്റി സ്കിൻ ടോൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചേരണമെന്നുണ്ടെങ്കിൽ ഒരു ലിപ് ലൈനർ ഡെഫിനറ്റ്ലി യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ചേരും. ഇപ്പൊ മീഡിയം സ്കിൻ ടോൺ ആണെങ്കിൽ ഇപ്പോൾ എനിക്ക് ചേരുന്ന പോലെ തന്നെ ഇത് ചെയ്ത് ഡെഫിനറ്റ്ലി ഒരു ബ്യൂട്ടിഫുൾ കളറാണ്. ഒരു ഡെയിലി ബേസിസിൽ നമുക്ക് ഇടാൻ പറ്റും. ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഇട്ടിട്ടുണ്ട് താനും, ഇല്ലേന്ന് വെച്ചാൽ ഇല്ല എന്ന് പറയുന്ന പോലെ ഒരു കളറാണിത്. നല്ല കളറാണ്. മീഡിയം സ്കിൻ ടോൺ ആണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ലിപ്സ്റ്റിക് ആണ്. ഫസ്റ്റ് കാണിച്ച ലോക്കി ചാം എന്ന് പറയുന്നത് നമുക്കൊരു ഫംഗ്ഷൻ കുറച്ച് ബ്രൈറ്റ് ആയിട്ട് തോന്നണമെന്നുണ്ടെങ്കിൽ വെയർ ചെയ്യാൻ പറ്റിയ കളറാണ്. നെക്സ്റ്റ് ഈസ് നമുക്ക് എപ്പോഴും ഒരു ഡെയിലി ബേസിസിൽ നമുക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കളറാണ് നോട്ട് ടു സെൽഫ്. ഇതിന് രണ്ടിന്റെ ലിങ്ക് ഞാൻ എന്റെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. ഞാൻ എന്റെ കമന്റ് ബോക്സിൽ ഫസ്റ്റ് കമന്റിൽ പിൻ ചെയ്തേക്കാം. പ്രൈസ് വരുന്നത് 500 ബിലോ ആണ്. ഒരു 400 റേഞ്ചിൽ കിട്ടും നിങ്ങൾക്ക്. അപ്പൊ നിങ്ങൾക്ക് ഇനിയും ലിപ്സ്റ്റിക് വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അപ്പൊ ഇത്രേ ഉള്ളൂ. ബൈ.